നമസ്കാരം. മൗനമായുള്ള പ്രാർത്ഥനകൾ വിജയം തരും എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായതും കരിങ്ങാലിമാലയ്ക്ക് പ്രസിദ്ധിയാർജിച്ചതും ശ്രീമുരുകൻ പാതാളക്കരുവറയിൽ ദർശനം തരുന്നതുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு പാതാളശംഭു മുരുകൻ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ദിണ്ടുക്കൽ ജില്ലയിൽ റെട്ടിയാർചത്രം എന്ന സ്ഥലത്തിനടുത്തായി രാമലിംഗംപട്ടി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമുരുകൻ പാതാളശംഭു മുരുകൻ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ ശ്രീമുരുകന്റെ ഗർഭഗൃഹം ഭൂമിക്കടിയിലാണ് എന്നതാണ്. ഇതൊരു സർവദോഷ നിവൃത്തി സ്ഥലമായും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഏകദേശം 600 ആണ്ടുകൾക്ക് മുമ്പ് പഴനിയിൽ നിന്നും സുമാർ 50 കിലോമീറ്റർ ദൂരത്തുള്ള രാമലിംഗംപട്ടിയിൽ തിരുക്കോവിലൂർ സിദ്ധർ എന്നൊരു സിദ്ധർ ജീവിച്ചു വന്നിരുന്നു. പഴനിമലക്കോവിലിൽ നവപാഷാണ ദണ്ഡായുധപാണി ശില നിർമ്മിച്ച ബോഗർ സിദ്ധരെയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ പുലിപ്പാണി സിദ്ധരെയും മാനസിക ഗുരുവായി കണക്കാക്കി പൂജ ചെയ്തു വന്നവർ തിരുക്കോവിലൂർ സിദ്ധർ. അദ്ദേഹം ബോഗർ സിദ്ധരുടെ പുനർജന്മമെന്ന് വിശ്വസിക്കുന്ന ഭക്തരും കുറവല്ല. തിരുക്കോവിലൂർ സിദ്ധർ ലോഹത്തിൽ ചെറിയൊരു ശ്രീമുരുകന്റെ ശില നിർമ്മിച്ച് പാതാള അറയിൽ വെച്ച് പൂജിച്ചു വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ തന്നെ സമാധി അടഞ്ഞു എന്നാണ് പറയുന്നത്. കാലപ്പോക്കിൽ വഴിപാടും പൂജകളും നിന്നുപോയ ഇവിടെ കുറച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാമനാഥപുരം ഭരിച്ചിരുന്ന രാജാവ് ഭാസ്കര സേതുപതിയുടെ വംശാവലിയിൽ വന്ന കന്ദമാരൻ എന്ന ഈശ്വര ഭക്തൻ ഇവിടെ ഈ ശില കണ്ടുപിടിച്ച് പൂജകൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്താണ് ഈ കോവിൽ ഇത്രയധികം പ്രശസ്തി ആർജിക്കുന്നത്. പണ്ട് കരിങ്ങാലി മരങ്ങൾ ധാരാളമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇവിടം. സിനിമാ രംഗത്തുള്ള പല പ്രശസ്തരും സംഗീത മേഖലയിലുള്ളവരും ഇവിടം സന്ദർശിച്ച് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. യശശരീരനായ കവി കണ്ണദാസന്റെ പേരിലൊരു പുസ്തകശാലയും ഇവിടെയുണ്ട്. പ്രധാനമായും കരിങ്ങാലിമാലയുടെ പേരിൽ പ്രശസ്തമായ കോവിലാണിത്. ഈ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന കരിങ്ങാലിമാല ഭഗവത് പാദത്തിൽ വെച്ച് പൂജിച്ച് കഴുത്തിലണിയുന്നതും 9 വാരം പൂജിക്കാൻ കൊടുത്ത ശേഷം കഴുത്തിലണിയുന്നതും ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യും എന്നതാണ് ഭക്തജന സംസാരം. 1300 രൂപയിലിരുന്നാണ് കരിങ്ങാലിമാലയുടെ വില. കരിങ്ങാലിമാല അണിയുന്നത് മൂലം വിവാഹ തടസ്സം നീങ്ങും, സന്താനഭാഗ്യം ലഭിക്കും, സമ്പത്ത് വർദ്ധിക്കും, രാഹുകേതു ചൊവ്വാദോഷങ്ങൾ നീങ്ങും, ചെയ്യുന്ന തൊഴിലിൽ മുന്നേറ്റം ലഭിക്കും, വീട് വാഹനം നിലം വന്നു ചേരും, വിദ്യാഭ്യാസം ജ്ഞാനം അധികരിക്കും, കുലദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും എന്നതാണ് വിശ്വാസം. അതിലുപരി ശരീരത്തിന് കുളിർമ അനുഭവപ്പെടും, മനസുഖം ലഭിക്കും, രക്തസമ്മർദ്ദം കുറയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. മുടി വെട്ടിക്കുമ്പോഴും മരിച്ച വീടുകളിൽ പോകുമ്പോഴും ഇതണിയാൻ പാടില്ല എന്നും പറയുന്നു. പാതാളശംഭു മുരുകൻ കോവിൽ പ്രശസ്തിയാർജിക്കാനുള്ള പ്രധാന കാരണം ഇവിടെ കരിങ്ങാലിമാല വാങ്ങണമെന്ന യാതൊരു നിബന്ധനയുമില്ല. അന്നദാനത്തിനോ കോവിൽ വിപുലീകരണത്തിനോ പണം സ്വീകരിക്കുന്നില്ല. പൂജാരിയുടെ താലത്തിൽ കാണിക്കയിടരുതെന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ വാഹനം പാർക്കിങ്ങിനോ റെസ്റ്റ് റൂമിനോ ഫീസ് കൊടുക്കേണ്ടതില്ല. ദിനവും ഉച്ചയ്ക്ക് സൗജന്യ അന്നദാനം നൽകുന്നുണ്ട്. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും സമം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി VIP ദർശനം ഇവിടെയില്ല. അംഗപരിമിതിയുള്ളവർക്ക് ആനുകൂല്യവുമുണ്ട്. നാടുകാക്കുന്ന പട്ടാളക്കാർക്ക് ക്ഷേത്ര അധികാരികൾ പ്രത്യേകം മര്യാദ കൊടുക്കുന്നുണ്ട്. ഇവിടെ പൂ, നാളികേരം, പഴം എന്നിങ്ങനെയുള്ള പൂജാ സാധനങ്ങൾ വാങ്ങിയിട്ട് വരേണ്ടതില്ല. പ്രത്യേകിച്ചും ഉണ്ടിയൽ ഇല്ല. പ്രധാനമായും ഇതൊരു രാജകുടുംബത്തിന്റെ സ്വകാര്യ കോവിലാണ് എന്നതിലുപരി ഇവിടെ മൗനമായി വേണം ക്ഷേത്രം സന്ദർശിക്കാനെന്നും ഒരു വാക്ക് വായി തുറന്ന് സംസാരിച്ചാൽ പോലും പ്രാർത്ഥന ഫലിക്കില്ല എന്ന് നിറയെടുത്ത് ബോർഡ് വച്ചിട്ടുണ്ട് എന്നതാണ്. ഇവിടെയുള്ള മൗനസിദ്ധർ നൽകുന്ന ഭസ്മവും അസുഖങ്ങൾ മാറ്റുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പരുത്തിപ്പാടങ്ങൾക്കിടയിൽ ശാന്തസുന്ദരമായ ഒരു പ്രദേശത്താണ് പാതാള മുരുകൻ കോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ വിശാലമായ മണ്ഡപവും കരിങ്ങാലിമാല വിൽക്കുന്ന സ്റ്റാളും കാണാം. ക്ഷേത്രത്തിൽ വലിയൊരു കർപ്പണ്ണസ്വാമി ശിലയുണ്ട്. മുന്നിൽ നായ്വാഹനം. ഗർഭഗൃഹത്തിലേക്ക് പോകുന്നതിന് മുമ്പായി വിനായക പ്രതിഷ്ഠ. ഗർഭഗൃഹത്തിലേക്ക് പോകുന്ന വാതിലിൽ ബോഗർ സിദ്ധരുടെയും പുലിപ്പാണി സിദ്ധരുടെയും ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഉൾവശത്തായി ഭൈരവർ പ്രതിഷ്ഠ. ഇടുങ്ങിയ ഇടനാഴിയിലൂടെ ഏകദേശം 18 പടികൾ താഴെയിറങ്ങി വേണം ഗർഭഗൃഹത്തിലേക്ക് എത്താൻ. 8x8 അടി വിസ്തീർണമുള്ള ഗർഭഗൃഹത്തിൽ ചെമ്പിൽ നിർമ്മിച്ച ശ്രീമുരുകന്റെ മനോഹരമായ ചിരിച്ച മുഖത്തോടെയുള്ള വിഗ്രഹം. ഭഗവാൻ വലത് കൈ അഭയമുദ്രയോടെയും ഇടത് കൈയിൽ വേലേന്തിയും കരിങ്ങാലിമാലകൾ അണിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലുള്ള ശിലയാണ്. കാൽച്ചുവട്ടിൽ തിരുക്കോവിലൂർ സിദ്ധർ പൂജിച്ച വിഗ്രഹം. കണ്ണും മനസ്സും നിറയ്ക്കും ഈ ദർശനം. ഇവിടെ നിന്നും ലഭിക്കുന്ന ഭസ്മം 18 മൂലികകളാൽ തയ്യാറാക്കിയതാണെന്നും ഔഷധ ഗുണമുണ്ടെന്നും പറയപ്പെടുന്നു. ഗർഭഗൃഹത്തിന്റെ ചുവരിൽ ബ്രഹ്മാവ്, മഹാവിഷ്ണു. ഗർഭഗൃഹത്തെ പ്രദക്ഷിണം വയ്ക്കാനുള്ള സൗകര്യം ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൽ വേറെയും തിരുപ്പണികൾ നടക്കുന്നുണ്ട്. ഭഗവാനെ ദർശിച്ച് പുറത്തേക്ക് വന്നാൽ കുറച്ച് താഴ്ചയിൽ തുറസായി നിർമ്മിച്ചിരിക്കുന്ന നന്ദിയോടൊപ്പമുള്ള ജലകണ്ഠേശ്വരർ ശിവലിംഗ സന്നിധി. ഇവിടെ ഭക്തർ നാണയങ്ങളിടരുതെന്ന് പ്രത്യേകം ബോർഡ് വച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പലയിടത്തും തമിഴിൽ ക്ഷേത്ര ഐതിഹ്യത്തെ പറ്റിയുള്ള ബോർഡുകളുണ്ട് എന്നതിലുപരി തെലുങ്കാനയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടുതലായതിനാൽ തെലുങ്കിലും ബോർഡ് കാണാം.
പുരട്ടാസി ബ്രഹ്മോത്സവം, കന്ദഷഷ്ടി, പങ്കുനി ഉത്രം, മാസിമകം, വൈകാശി വിശാഖം, തൃക്കാർത്തിക, വൈകുണ്ഠ ഏകാദശി, ശ്രാവണദീപം, പൗർണമി, അമാവാസി, കാർത്തിക നക്ഷത്രം, ഷഷ്ടി, ചൊവ്വ വെള്ളി ദിവസങ്ങൾ എന്നിവ കൂടാതെ മുരുകനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന നാളുകളെല്ലാം ക്ഷേത്രത്തിൽ വിശേഷമായി കൊണ്ടാടുന്നു. വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കിലോമീറ്റർ ദൂരത്തിൽ ഭക്തരുടെ ക്യൂ ഉണ്ടാവും. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ദിണ്ടുക്കലിൽ നിന്ന് 19 കിലോമീറ്റർ, ഒട്ടഞ്ചത്രത്തിൽ നിന്ന് 13 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ദിണ്ടുക്കൽ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.